അന്ന് ആ ഒരു നൈറ്റ് ടാസ്കിന്റെ സമയത്ത് ഷൈത്യനെ എടുത്തോണ്ട് പോയല്ലോ, ആ സമയത്ത് ഞാൻ ഉറക്കം എണീറ്റിരിക്കുമായിരുന്നു എന്നാണ് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അവളെ എടുത്തോണ്ട് പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നുവെന്ന്. എരുതിയിൽ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന പരിപാടിയാണ് അവർ കാണിച്ചത്. ഇതൊക്കെ ദൈവം എന്നൊരാളും പിന്നെ ഓഡിയൻസും കാണുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ കളി എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇന്നലെ ആ ഒരു കുപ്പിയുടെ പുറത്ത് ക്രീമോ ഫേസ് വാഷോ എന്താണേലും അത് യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. രാവിലെ മുതൽ പിള്ളേർ അത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സംഗതി ഞാൻ കണ്ണടച്ചു വിട്ടതാണ്, ഒരു ക്യാപ്റ്റനായിട്ട് ഇരുന്നിട്ട് പോലും. അക്ബർ പറയുന്നത് അത് ജിസേലിന്റെ ഗെയിം ആണെന്നാണ്. ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം, ഈ സീസൺ നിർത്തിവെക്കുമെന്നാണ് നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ട്. സ്വന്തം സാധനങ്ങൾ ലഭിച്ചവര് ഷെയർ ചെയ്യരുത് എന്നുള്ളതാണ് നിയമം. ആ നിയമത്തെ ലംഘിക്കുന്നത് ഗെയിം ആണെന്നാണ് അക്ബർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഫേവറസവും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചിലരെ ഒറ്റപ്പെടുത്തുമ്പോൾ അവരെ ഗ്രൂപ്പായിട്ട് ടാർഗറ്റ് ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. എനിക്കൊരു വ്യക്തിത്വമുണ്ട്, ഒരു ആദർശമുണ്ട്. എനിക്ക് ഫേക്ക് കളിക്കാൻ പറ്റൂല, ഞാൻ ഗെയിം കളിക്കും. ഇതിപ്പോ ലൈവില് നമ്മുടെ ഷാനവാസും അഭിലാഷും കൂടി നടന്നൊരു സംസാരത്തിനിടയ്ക്ക് ഷാനവാസ് പറഞ്ഞൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ അഭിലാഷിനോട് ഷാനവാസ് പറയുന്നുണ്ട്. 7 പേരുടെ ഗ്രൂപ്പായിട്ട് ഡാൻസ് കളിക്കുക എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും അവർ ആലോചിച്ചില്ല. അതിന് കാരണം സൈലന്റ് ആയിട്ട് ഇവരൊരു ഗ്രൂപ്പിസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഗ്രൂപ്പ് തിരിഞ്ഞാണ് ഡാൻസ് കളിച്ചതെന്ന് പറയുന്നുണ്ട്. ഇത് ഒരു സ്പോൺസർ ടാസ്കിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അഭിലാഷ് അപ്പൊ പറയുന്നുണ്ട് 2 ഗ്രൂപ്പുകളുണ്ട് ഇതിനകത്ത് എന്ന്. പിന്നെ ഷാനവാസ് പറയുന്ന ഒരു കാര്യം, ഈ ക്യാപ്റ്റൻസി കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അനീഷിനെ ഒരു കുറ്റം പറയുന്നുണ്ട്. അനീഷിനെ പോലെ വള്ളി പിടിച്ചുകൊണ്ട് നടക്കലല്ല പണി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഷാനവാസും അഭിലാഷും തമ്മിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം കറക്റ്റ് ആണെന്ന് മാത്രമല്ല, ഒരു പ്രേക്ഷകനായിട്ട് നിന്ന് ഷോയെ നോക്കി കാണുന്നുണ്ട് ഇവർ രണ്ടുപേരും. അങ്ങനെ കണ്ട് ഗെയിം കളിക്കുന്നത് തന്നെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഇവർ എത്രമാത്രം ഈ ഒരു ഗ്രൂപ്പിസത്തിനെതിരെ സംസാരിക്കുന്നത്. ലാലേട്ടന്റെ മുന്നിലൊക്കെ എത്രമാത്രം സംസാരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.